തൃശൂൽ, നീ ഇന്ന് എന്റെ ദേഹത്ത് കൈവച്ചല്ലേ? നിനക്ക് അത്രയധികം ധൈര്യം ഉണ്ടായി എന്റെ കാൽച്ചോട്ടി കിടന്നവനാ? ഡാഡി വരെ അവന് സപ്പോർട്ട് ചെയ്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്. എല്ലാവരുടെ മുമ്പിൽ വെച്ച്, ആ ജോലിക്കാരുടെ മുമ്പിൽ വരെ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തു. അവൻ നല്ലവനും ഞാൻ മോശക്കാരനും ആയില്ല. അപ്പോ അവനിലുള്ള ഗുണം എന്നിലില്ലെന്ന്. അവനെവിടെ, ഞാനെവിടെ? എന്നിട്ട് അവനെ വെച്ച് കമ്പയർ ചെയ്തിരിക്കുന്നു. എത്രയൊക്കെ ആയാലും തൃശ്ശൂൽ അയാളുടെ മകനല്ലേ? അങ്ങനല്ലേ വരുള്ളൂ. ബ്ലഡ് റിലേഷൻ അല്ലേ? ഈ ലോകത്തിന് മുമ്പിൽ ഞാനാണ് അയാളുടെ മകനെങ്കിലും ശരിക്കുള്ള സത്യം തൃശ്ശൂലാണ് യഥാർത്ഥ മകൻ. അവിടെ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തപ്പോ ശിവാനി അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നെ പറ്റി അവൾ എന്ത് വിചാരിച്ചു കാണൂ? ഇതെല്ലാം കണ്ട് അവൾ എന്നിൽ നിന്ന് വിട്ടുപോയ? നോ 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 നോ. ശിവാനി ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് അവളെ എത്ര പെട്ടെന്ന് കൺവിൻസ് ചെയ്യണം. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചേ പറ്റുമോ? Shivani, pick up the call. Pick up the call. ഇന്നെന്റെ വഴിയില് തന്തയും മോനും വില്ലന്മാരായി നിൽക്ക. അവര് കാരണം ശിവാനി എനിക്ക് നഷ്ടപ്പെട്ട. അച്ഛനെയും മോനെയും ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. കൊല്ലും ഞാൻ. തൃശ്ശൂൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല മുതലാളി. എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പാല് തന്ന കൈക്ക് തന്നെ അവൻ കേറി കൊത്തിയല്ലോ മുതലാളി. ദയവ് ചെയ്ത് എന്റെ മോൻ ചെയ്ത് തെറ്റിന് അവനോട് ക്ഷമിക്കണം മുതലാളി. നന്ദീശ, നീ എന്തിനാ വെറുതെ ക്ഷമയൊക്കെ ചോദിക്കുന്നത്? തൃശ്ശൂല് ചെയ്ത കാര്യത്തില് ഒരു തെറ്റും പറയാനില്ല. അതല്ല മുതലാളി, കൊച്ചു മുതലാളിയുടെ നേരെ കൈവയ്ക്കാൻ പാടില്ലായിരുന്നു. അവൻ ചെയ്ത തെറ്റ് തന്നെയാ, വലിയ തെറ്റാ. നന്ദീശ, നീ ഇത് മനസ്സിലിട്ട് വിഷമിക്കണ്ട. തൃശ്ശൂല് നേരായ മാർഗത്തിലൂടെ തന്നെയാ പോകുന്നത്. നടക്കാൻ പോകുന്ന എല്ലാം നല്ലതാണ്. നീ വെറുതെ മനസ്സ് വിഷമിക്കണ്ട. വേഗം വീട്ടിലേക്ക് വിളിക്കാം. എന്നാലും ആശീർവദിച്ചയക്ക്. ഇനി എന്തെങ്കിലും ദ്രോഹം ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ടയക്ക്. എന്റെ മോനോട് ഇങ്ങനെയൊക്കെ ചെയ്തവനോട് ഒരു 2 വാക്ക് പറയുന്നതിന് പകരം സമാധാനിപ്പിച്ച് അയക്കാൻ നോക്കുകയാണോ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? അല്ലളിയ, കുപ്പത്തൊട്ടി കിടക്കുന്ന ഇവന്റെ മോനും എന്റെ മരുമോനും ഒരുപോലെയാണെന്നാണോ? ജോലിക്കാരനും നമുക്ക് ഒരു വ്യത്യാസമില്ലേ? ത്രിവിക്രമനെ കുറിച്ച് അവൻ എന്തൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ വന്നപ്പോ അന്നേരം കർണക്കുറ്റിക്ക് 2 പൊട്ടിക്കുന്നതിന് പകരം നിങ്ങൾ അതിനെ നമ്മുടെ മോനെ അടിച്ചത്. കുറഞ്ഞ പക്ഷം അവൻ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്നെങ്കിലും പറയാമായിരുന്നു. അത് ചെയ്യാതെ അവൻ ചെയ്തതൊക്കെ തെറ്റല്ലെന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയല്ലേ ചെയ്തത്. ഒരു വേലക്കാരനോടുള്ള സ്നേഹം എന്തുകൊണ്ട് സ്വന്തം മോനോട് തോന്നുന്നില്ല? എന്തുപറ്റി? സത്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് പിടിക്കുന്നില്ലല്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് മുഖം തരാതെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത്? നിനക്ക് നിന്റെ മകനോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം എനിക്കുണ്ട്. അതുകൊണ്ടാ ഞാൻ അവനെ അടിച്ചത്. നിങ്ങൾ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇനിയിപ്പോ നമ്മുടെ മോൻ തന്നെ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചു റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ആരും കാണാതെ ഉപദേശിക്കല്ലേ വേണ്ടത്? അതൊന്നും ചെയ്യാതെ പ്രായപൂർത്തിയായ ഒരു മകനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തല്ലുക, എന്താ ഇതൊക്കെ? അളിയ, വീട്ടുകാരെന്ന് പറഞ്ഞ ആരാ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അത് പുറത്തുള്ളവരുടെ മുമ്പിൽ വെച്ചല്ല ചോദ്യം ചെയ്യേണ്ടത്, സ്വന്തം വീട്ടുകാരല്ലേ. അതൊന്നും നോക്കാതെ പുറത്തുള്ളവനെ സപ്പോർട്ടും ചെയ്തുകൊണ്ട് സ്വന്തം മകനെ അടിച്ചില്ലേ? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അളിയ, ത്രിവിക്രമൻ ഒരു കുട്ടിയൊന്നുമല്ല. അളിയൻ ഇങ്ങനെയൊക്കെ ചെയ്താ അവന്റെ മനസ്സ് വേദനിക്കില്ലേ? ആകട്ടെ, വേദനിക്കട്ടെ, അവന്റെ മനസ്സ് വിഷമിക്കട്ടെ. വിഷമം അവന് മാത്രമാ, എനിക്കില്ലേ? നിങ്ങള് അവന്റെ ഭാഗത്തുനിന്ന് മാത്രമാ ചിന്തിക്കുന്നേ, എന്റെ അല്ല. മകനാണ്, അതുകൊണ്ട് ചേർത്ത് പിടിച്ച് തലയിലാ വെച്ചത്. എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് അഴിച്ചുവിട്ടു.
അവസാനം അവൻ എനിക്ക് തന്നത് ഇതാ. എന്നെ പോലെ ഒരു ഗുണവും അവന് കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ മനസ്സ് തകർന്നു പോകുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. എന്താണ് നീ പറഞ്ഞത്? തൃശൂലന്റെ വേലക്കാരന്റെ മകനാണെന്നല്ലേ? ആ വേലക്കാരന്റെ മകന് കിട്ടിയ ഗുണം പോലും എന്റെ മകന് കിട്ടിയില്ലല്ലോ. എന്ത് കുറവാണ് ഞാൻ വരുത്തിയത്? അവൻ ചോദിച്ചതെല്ലാം കൊടുത്തില്ലേ? എന്നിട്ടും അവൻ തൃശൂലിനെ പോലെ ആയില്ല. എന്റെ മനസ്സ് വേദനിക്കില്ലേ? ഞാൻ തകർന്നു പോവില്ലേ? പറയണി. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഞാൻ ത്രിവിക്രമന്റെ മേൽ കൈവച്ചത് അവൻ തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ല, തെറ്റ് ചെയ്തിട്ടും അത് സമ്മതിക്കാതെ അഹങ്കരിച്ചതുകൊണ്ടാണ്. അത് മാത്രമല്ല, തൃശൂലിന്റെ മേലെ കൈവച്ചതുകൊണ്ടും. തൃശൂലിന്റെ മേലെയോ എന്ന് വെച്ചാ അളിയന് സ്വന്തം മോനേക്കാളും അവനെയാണോ ഇഷ്ടം? ഗോവിന്ദ, നിങ്ങൾ എന്തിനാ വെറുതെ അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? അവൻ ചോദിച്ച കാര്യത്തിൽ എന്താ തെറ്റ്? രണ്ടാളും ശ്രദ്ധിച്ചു കേട്ടോ. ഞാനിവിടെ എന്ത് ചെയ്താലും അതെല്ലാവരുടെയും നല്ലതിന്. നിങ്ങളത് അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി, ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ത്രിവിക്രം, എന്തിനിങ്ങനെ ചെയ്യുന്ന? എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്ന? നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. എവിടെ നിന്ന് നിനക്ക് ഇത്രയും ദേഷ്യം വരുന്നത്? എന്തിനാ നിനക്ക് വൃത്തികെട്ട സ്വഭാവമൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ആദിശേഷൻ അത്രയൊക്കെ ശക്തിശാലിയായിട്ടും ബലഹീനരായ ആരെയും അവൻ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. ആരൊക്കെ അവനെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചാലും അവരോടൊക്കെ നീതിയും ന്യായവും പുലർത്തിയിട്ട് തന്നെ അവൻ ജീവിച്ചത്. അങ്ങനെയുള്ള എന്റെ ആദിശേഷന്റെ പുനർജന്മമാണ് നീ. എന്നിട്ടും ഇങ്ങനെയുള്ള ചീത്ത സ്വഭാവം നിനക്ക് എങ്ങനെയുണ്ടായി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ സാധ്യമാകും? ഗുരുദേവന്റെ തപസ് കഴിഞ്ഞു വന്ന ഉടനെ അദ്ദേഹവുമായി സംസാരിച്ച് നിശ്ചയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇപ്പോ ഈ നിശ്ചയം എനിക്ക് വേണോ? ഇവൻ തന്നെയാണോ എന്റെ ആദിശേഷൻ എന്നൊരു സംശയം എനിക്ക് വരികയാണല്ലോ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ത്രിവിക്രം? അന്യായമായ ഒരു ജീവൻ നീ നഷ്ടപ്പെടുത്തിയില്ലേ? നീ തന്നെയാണോ എന്റെ ആദിശേഷൻ? എനിക്ക് വേണ്ടി പുനർജന്മം എടുത്ത ആദിശേഷൻ നീയാണോ? നിന്നെ അന്വേഷിച്ചാണോ ഞാൻ ഭൂമിയിലേക്ക് വന്നത്? ആ, ഞാൻ പണ്ട് മുതലേ പറയാറില്ലേ, ആളുകളെ എവിടെയാണോ നിർത്തേണ്ടത് അവിടെ മാത്രമേ നിർത്താവുന്നു. പക്ഷെ ആരും എന്റെ വാക്ക് കേൾക്കാറില്ല. അവൻ സ്വന്തം മോനാണെന്നും പറഞ്ഞ് നടക്കാൻ നിന്റെ ഡാഡി, അവൻ സ്നേഹിതനാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു മകൻ. തലയിൽ ചുമന്നുകൊണ്ട് നടക്കല്ലായിരുന്നോ? ഇന്ന് അവനാ നിന്റെ ഏറ്റവും വലിയ ശത്രു. അവൻ ഏതോ ഒരു പുറമ്പോക്കിന്ന് വന്നതാണെന്നുള്ള കാര്യം ശരിയാ. എന്ന് വെച്ച് അളിയനത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ വേണ്ടേ? നിന്റെ ഡാഡിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു മൂവ്മെന്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അല്ല, ഈ വീട്ടിലെ വെറും ഒരു പണിക്കാരന്റെ മകനോടൊപ്പം നിന്റെ ഡാഡി നിന്നെ ഉപമിച്ചല്ലോ. അവൻ എവിടെ നിൽക്കുന്നു, നീ എവിടെ നിൽക്കുന്നു? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നിന്റെ ഡാഡി ചെയ്തത് തെറ്റ്. അവിടെ വെച്ച് എല്ലാരും കൂടി എന്നെ അപമാനിച്ചതാ. ഇനി അങ്കിളിവിടെ വന്ന് എന്നെ വീണ്ടും ഇൻസൾട്ട് ചെയ്യണോ? എന്റെ മോനെ ഇതൊരു ഇൻസൾട്ട് അല്ല. നീ എന്റെ ചേച്ചിയുടെ മോനായതുകൊണ്ടുള്ള താല്പര്യം. എനിക്ക് ആരുടെയും താല്പര്യമൊന്നും ആവശ്യമില്ല. ഇവിടുന്ന് പോകാൻ നോക്കാം. ആയിക്കോട്ടെ, ഞാൻ വിട്ടു. നീ അതിനെന്തിനാ ദേഷ്യപ്പെടുന്നത്? പോകാനല്ല പറഞ്ഞേ. ഇനി ഞാൻ ഗെറ്റ് ലോസ് എന്ന് പറയണോ? ശരി ശരി, ആയിക്കോട്ടെ, ഞാൻ പോയിക്കോളാം.
എല്ലാരും കൂടി ഇൻസൾട്ട് ചെയ്യാ. ഈ വീട്ടിലെ ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. ഡാഡി ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അവൻ ശരിക്കുള്ള മകനാണെന്ന് അറിയാഞ്ഞിട്ട് തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോ അവനാണ് യഥാർത്ഥ മകനെന്ന് അറിഞ്ഞു കഴിഞ്ഞാ എനിക്കെല്ലാം നഷ്ടാവും. ഈ വീട്, ആസ്തി, അന്തസ് എല്ലാം എനിക്ക് നഷ്ടാവും. എന്നെ ഇവിടുന്ന് ഉറപ്പായിട്ടും പുറത്താക്കും. എന്റെ ശിവാനി, ഞാനൊരു പൂർ ഫെലോ ആന്ന് പറഞ്ഞ് എന്നെ വിട്ടുകളഞ്ഞ നോ നോ നോ. ശിവാനിയെ ഒരു കാരണവശാലും ഞാൻ നഷ്ടപ്പെടുത്തില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. സത്യം ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. സത്യം അറിയാവുന്നവൻ ജീവിച്ചിരിപ്പില്ലെങ്കിലോ തന്റെ മകൻ ത്രിവിക്രമനല്ല, തൃശൂലാന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ദിഗ്വിജയനെ ഇല്ലാതാക്കി കളഞ്ഞു പറ്റും. യെസ്, ദിഗ്വിജയ് ഇല്ലാതായാൽ മാത്രമേ ആ സത്യം ആരും അറിയാതിരിക്കുള്ളൂ. ഇതാ കറക്റ്റ്. അപ്പോ ഈ കണ്ട സ്വത്തും പണവും അന്തസ്സൊക്കെ എനിക്ക് മാത്രം സ്വന്തം. അപ്പൊ എന്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും ഈ വീടിനടുത്ത് മറ്റൊരു വീട് വെച്ച് അവിടെ നന്നായിട്ട് താമസിപ്പിക്കാം. പിന്നെ തൃശൂല് അവൻ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. ആദ്യം എന്റെ ഡാഡി, ഡ്യൂപ്ലിക്കേറ്റ് ഡാഡി, അയാളുടെ കഥ അവസാനിപ്പിക്കണം. തൃശൂൽ, മോനെ തൃശൂൽ, എടാ എന്തിനാ കൂവി വിളിക്കുന്നത്? അവനെവിടെ? അവനെ കൂടെ വിളിക്കേ. ഓ, സാറ് വന്നോ? വാ വാ. നീ ചെയ്തത് ശരിയാണോടാ? കൊച്ചുമുതലാളെന്ന് ബഹുമാനത്തോടെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് കൈവച്ചില്ലേ? അത് ശരിയാണോടാ? ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് കൊച്ചുമുതലാളിയാ. ഇവൻ അതേപറ്റി ചോദിച്ചു വന്ന് മാത്രം. ഓ, ഇവൻ വലിയ സത്യേന്ദ്രൻ വന്നിരിക്കുന്നു തെറ്റി എന്നവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട്. മകൻ നല്ല കാര്യം ചെയ്താൽ രണ്ട് നല്ല വാക്ക് പറയുന്നതിന് പകരം അവനെ കുറ്റം പറയണോ നിങ്ങള്? എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? പിന്നെ പുകഴ്ത്താൻ മാത്രം നല്ല കാര്യം അവൻ ചെയ്തു. എന്താ ഒന്നും മിണ്ടാത്തത്? നാക്കിറങ്ങി പോയെന്നെ പറയടാ. എന്തിനാടാ കൊച്ചു മുതലാളി തല്ലിയത്? അച്ഛാ, ആ കൊച്ചുമുതലാളി ഇത് ശരിയാണോ? തെറ്റ് തന്നെയല്ലേ? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവരൊക്കെ വലിയവരാ. അപ്പോ ചെറിയവര് ശരി ചെയ്താലും തെറ്റാണോ? അവരെന്ത് ചെയ്താലും ശിക്ഷയൊന്നുമില്ലേ? അതിനർത്ഥം നിനക്ക് കൊച്ചുമുതലാളി ശിക്ഷിച്ച മതിയായില്ലെന്നാണോ? അതോ ഇനിയും അദ്ദേഹത്തിന് മുമ്പ് പോയി അലമ്പുണ്ടാക്കാൻ പോണോ? അലമ്പുണ്ടാക്കാനൊന്നും എനിക്ക് യാതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ദേഷ്യത്തില് ആ പ്രാവൻ എനിക്ക് നഷ്ടപ്പെട്ട വിഷമത്തില് അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. കൊച്ചുമുതലാളി ചെയ്ത ഒരു തെറ്റായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. അത് നീയും ക്ഷമിക്കായിരുന്നു വേണ്ടത്. അച്ഛാ, സംഭവിച്ചത് എനിക്കായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കില്ലായിരുന്നു. പക്ഷെ ഒന്നും അറിയാത്തൊരു മിണ്ടാപ്രാണി എന്തിനാച്ചാ അയാൾ കൊന്നുകളഞ്ഞേ? എന്തിനാ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത്? ഞാൻ അതുകൊണ്ട് മാത്രം പ്രതികരിച്ചേ. നീ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മുതലാളി എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയൂ? അച്ഛാ, മുതലാളിയോട് സംസാരിച്ചത് എനിക്ക് വേണ്ടിയാ. എന്ന് വെച്ച് എന്റെ ന്യായത്തിന് വേണ്ടി മുതലാളിക്ക് ഒരു സങ്കടവും കാണില്ല. അത് നിന്റെ വെറും മിഥ്യാധാരണ. സ്വന്തം തന്തയുടെ മുമ്പിൽ വെച്ച് ഒരു മകനെ കയ്യേറ്റം ചെയ്യാന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ ഒരു കാര്യം പിതാവിന് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അതെ, മുതലാളിക്ക് വേദനിച്ചത് തൃശൂൽ അങ്ങനെ ചെയ്തുകൊണ്ടല്ല, അവരുടെ മോന്റെ സ്വഭാവം കൊണ്ടാ. മധു, അച്ഛാ മതി അച്ഛാ, ദൈവത്തെ ഓർത്ത് നിർത്ത്. ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ നിൽക്കണ്ട. അച്ഛനെ ഞാൻ കാരണം വേദനിച്ചിട്ടുണ്ടേ ദയവേത് ക്ഷമിച്ചേക്ക്. ഇനി ഇതുപോലെ ഉണ്ടാവില്ല. മുതലാളിയുടെ വീട്ടിൽ ഞാൻ ഇനി കാല് കുത്തുന്നില്ല. ഏയ് തൃശൂൽ, മധു, മുതലാളിയുടെ വേദന ആരും മനസ്സിലാക്കാനാ? സുന്ദരി, നീ ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞു പോയി. എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല സുന്ദരി. എനിക്കെല്ലാരും നഷ്ടപ്പെട്ടപ്പോ നിന്നെ നോക്കി നീ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സമാധാനപ്പെടുമായിരുന്നു. നീ എനിക്ക് വെറും ഒരു പക്ഷിയല്ല സുന്ദരി, എന്റെ കൂട്ടുകാരിയായിരുന്നു, എന്റെ കുടുംബമായിരുന്നു. ഇപ്പൊ നീയും ഇല്ല. ഞാനിനി എന്ത് ചെയ്യും?
എന്റെ സന്തോഷവും എന്റെ സങ്കടവും പങ്കുവയ്ക്കാൻ എനിക്ക് ആരുമില്ല. എനിക്ക് പറ്റില്ല സുന്ദരി, നീ അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സുന്ദരി, നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. ഇത് സ്വപ്നമല്ലല്ലോ അല്ലേ? പരലോകത്തേക്ക് പോയ നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്? ഇല്ല, ഇതൊക്കെ എന്റെ തോന്നൽ മാത്രം. അങ്ങനെ ഒരു തോന്നൽ മാത്രമായിട്ട് എനിക്ക് നിന്നെ വേണ്ട. പോയിക്കോ. എനിക്ക് നിന്നെ ജീവനോടെ വേണം സുന്ദരി. പോയിക്കോ. സുന്ദരി, സുന്ദരി, നീ ശരിക്കും സുന്ദരി, സുന്ദരി, നീ സത്യമായിട്ട് തിരിച്ചു വന്നോ? ഇത് സ്വപ്നമല്ല. സുന്ദരി ശരിക്കും ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുക. എങ്ങനെ വന്നേ സുന്ദരി? എങ്ങനെ തിരിച്ചു വന്നത്? ആരാ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നേ? പറ, പറ സുന്ദരി, എന്നോട് പറ. ആരാ കൂട്ടിക്കൊണ്ടുവന്നേ? പറ സുന്ദരി, നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ആരാ? എന്നോട് പറ. സുന്ദരി കാരണം മനസ്സ് വേദനിക്കാതിരിക്കാൻ ഞാൻ നൽകിയ പുതിയ സുന്ദരി. നോ 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 നോ, ഈ ജോലി വേറെ ആരെ ഏൽപ്പിക്കാനാവില്ല. എത്ര തന്നെ പെർഫെക്റ്റ് ക്ലിയർ ആയാലും ശരി, ഒരു ഭയം ഇല്ലാതിരിക്കില്ലല്ലോ. ഈ ജോലി ഞാൻ തന്നെ ചെയ്തു തീർക്കണം. ഞാൻ ചെയ്യുന്ന നല്ലത്. പക്ഷെ ഡാഡിയെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരിക? I have an idea. വോയിസ് ചേഞ്ചിങ് ആപ്പല്ലേ ഉള്ളത്? എന്റെ നമ്പർ മാത്രമല്ല ഡാഡിക്ക് അറിയുള്ളൂ. വേറെ നമ്പറിൽ നിന്ന് വിളിക്കാം. ഹലോ. ഹലോ സാർ. ആരാ? ഇപ്പൊ ഞാനൊരു സ്ട്രേഞ്ചറാ. എന്നാ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവൻ. ഹലോ, നീ ആരാണെന്ന് പറയടാ. ദിഗ്വിജയ് വർമ്മ, സാംബശിവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. സാംബശിവനോ?